ഗണേഷ് കുമാർ രാജിവെക്കില്ല. മന്ത്രിസഭാ യോഗത്തിന് മുൻപ് ഭാര്യയോട് മാപ്പ് പറഞ്ഞ തലയൂരി. ഗണേഷ് മാപ്പ് പറഞ്ഞെന്നും പരാതി കൊടുക്കില്ലെന്നും ഭാര്യ ബിന്ദു. വിവാദം മന്ത്രിസഭയിൽ ചർച്ചയായില്ല. പ്രതിഷേധം കടുപ്പിച്ചും ഗണേഷിന്റെ രാജി ആവശ്യപ്പെട്ടും പ്രതിപക്ഷം. മാപ്പ് പറഞ്ഞ് തലയൂരാനാകില്ലെന്ന് സണ്ണി ജോസഫ്. മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ചെന്നിത്തലയും മുരളീധരനും. വഷളൻ മന്ത്രിയെന്നും ജനങ്ങൾക്ക് തൃപ്തികരമായ തീരുമാനം മുഖ്യമന്ത്രി എടുക്കണമെന്നും വെള്ളാപ്പള്ളി. യുദ്ധക്കെടുതി അടുക്കളയിലേക്കും. സംസ്ഥാനം പാചകവാതക ക്ഷാമത്തിലേക്കെന്ന് സൂചന. ഹോട്ടലുകളിൽ പ്രതിസന്ധി. അടച്ചിട്ട് തട്ടുകടകൾ. പൂഴ്ത്തിവെപ്പ് തടയാൻ നടപടികളുമായി കേന്ദ്രം. ഹോർമൂസ് പ്രതിസന്ധിയിൽ ഏഷ്യൻ രാജ്യങ്ങൾ. പാകിസ്ഥാനും ഫിലിപ്പീൻസും സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിനങ്ങൾ കുറച്ചു. ദക്ഷിണ കൊറിയയും തായ്ലൻഡും അടിയന്തര നടപടികളിലേക്ക്. റഷ്യൻ എണ്ണ കൂടുതലായി വിറ്റഴിക്കാൻ വ്ളാഡിമിർ പുടിൻ. ജി സുധാകരനായി അമ്പലപ്പുഴ മണ്ഡലം ഒഴിച്ചിട്ട് കോൺഗ്രസ്. സ്വതന്ത്രനായി മത്സരിച്ചാൽ പിന്തുണയ്ക്കും. അനുനയ നീക്കം അവസാനിപ്പിച്ച് CPM. തിരുവനന്തപുരം മണ്ഡലം CMPക്ക് വിട്ടു നൽകുന്നതിൽ കോൺഗ്രസിൽ പ്രതിഷേധം. കൈപ്പത്തി ചിഹ്നത്തിൽ ചുവരെഴുതി കോൺഗ്രസ് പ്രവർത്തകർ. തവനൂരിൽ ആര് മത്സരിക്കുമെന്ന കാര്യത്തിൽ കോൺഗ്രസിൽ തർക്കം. സീറ്റുകൾ ഏറ്റെടുക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിൽ അതൃപ്തി പരസ്യമാക്കി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. മഞ്ചേശ്വരത്ത് KR ജയാനന്ദയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധം. പരാതിയുമായി DYFI. മഞ്ചേശ്വരത്ത് BJPയിലും തർക്കം. K സുരേന്ദ്രനെതിരെ ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി. എലത്തൂർ സീറ്റിലെ ഭിന്നതയിൽ മുഖ്യമന്ത്രിയെ കണ്ട് NCP നേതൃത്വം. തർക്കം പരിഹരിക്കാൻ ഡൽഹിയിലേക്ക്. ഡേറ്റ ചോർച്ച വിവാദത്തിൽ സർക്കാരിന് ജയം. വിവാദത്തിൽ കഴമ്പില്ലെന്ന് ഹൈക്കോടതി. സന്ദേശങ്ങൾ അയക്കുന്നത് നല്ല ഭരണത്തിന്റെ ഭാഗം. നിയമവിരുദ്ധതയോ സ്വകാര്യതാ ലംഘനമോ ഇല്ലെന്നും കോടതി. പ്രധാനമന്ത്രി നാളെ കൊച്ചിയിൽ 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. കലൂരിൽ റോഡ് ഷോ. ധീവരസഭയുടെ സുവർണ ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. T20 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന് വമ്പൻ പാരിതോഷികം. BCCI നൽകുന്നത് 131 കോടി രൂപ. ടീം ഇന്ത്യയുടെ വിജയാഘോഷം നാളെ ഡൽഹിയിൽ. ലോൺ ആപ്പ് ഭീഷണിയെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയെന്ന് പരാതി. തിരുവനന്തപുരം ആര്യനാട് സ്വദേശി ആനന്ദ് മരിച്ചു. ആനന്ദിന്റെ മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു. നിരന്തരം ഭീഷണി സന്ദേശങ്ങൾ വന്നിരുന്നുവെന്ന് നാട്ടുകാർ. ഭാര്യ ബിന്ദു മേനോൻ ഉന്നയിച്ച ആരോപണത്തിൽ മന്ത്രി KB ഗണേഷ് കുമാർ രാജിവെക്കില്ല. രണ്ടുപേരും തമ്മിൽ ഒത്തുതീർപ്പിൽ എത്തിയ സാഹചര്യത്തിലാണ് ഈ തീരുമാനം. മന്ത്രിസഭാ യോഗത്തിൽ ഗണേഷ് കുമാർ പങ്കെടുത്തുവെങ്കിലും ഈ വിഷയം ചർച്ചയുമായില്ല. വിവാദത്തിൽ രാജിക്ക് വഴി തെളിഞ്ഞിരുന്നുവെങ്കിലും തന്നോട് മാപ്പ് പറഞ്ഞെന്നും വിവാദവുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യമില്ലെന്നും ബിന്ദു മേനോൻ അറിയിച്ചു. ഇതോടെയാണ് പ്രശ്നം ഒത്തുതീർപ്പായത്. എന്നാൽ ഗണേഷിനെതിരായ നീക്കത്തിൽ നിന്ന് പ്രതിപക്ഷം പിന്നോട്ട് പോയിട്ടില്ല. ഒത്തുതീർപ്പ് നടത്തി മന്ത്രിസഭാംഗമായി തുടരാനാകില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഗണേഷിനെതിരെ കൂടുതൽ പ്രതിഷേധത്തിന് പ്രതിപക്ഷം തയ്യാറെടുക്കുകയാണ്. പ്രതിഷേധം പല ഭാഗങ്ങളിലും തുടങ്ങിക്കഴിഞ്ഞു. K മുരളീധരന്റെ പ്രതികരണം കേൾക്കാം. കൂടുതൽ VV അരുൺ ചേരുകയാണ്. അരുൺ, എന്തായാലും ഈ വിഷയത്തിൽ ഗണേഷിന്റെ രാജി ആവശ്യപ്പെടാൻ മുഖ്യമന്ത്രി ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ലല്ലോ. എന്താണ് ഇതിനിടയിൽ സംഭവിച്ച നാടകീയമായ നീക്കങ്ങൾ?
കെ ബി ഗണേഷ് കുമാറിന്റെ രാജി ഇന്ന് രാവിലെ വരെ സജീവം തന്നെയായിരുന്നു. രാജിയില്ലാതെ മറ്റു വഴിയില്ലാത്ത നിലപാടിലേക്ക് ഇടതുമുന്നണി എത്തിച്ചേർന്നു. പക്ഷേ അതിനിടയിലാണ് ചില അനുരഞ്ജന നീക്കങ്ങൾ നടന്നത്. പ്രത്യേകിച്ചും ബിന്ദു മേനോനെ ഗണേഷ് കുമാർ ഫോണിൽ വിളിച്ചു, മാപ്പ് പറഞ്ഞു, തന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി തുറന്ന് സമ്മതിച്ചു. അതോടുകൂടിയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. ബിന്ദു മേനോനാകട്ടെ ഗണേശിനെതിരെ പരാതിയുമായി മുന്നോട്ട് പോകാനില്ല, കുടുംബ പ്രശ്നമാണ്, നേരത്തെ ഇത് സംസാരിച്ചു തീരാവുന്ന വിഷയം മാത്രമായിരുന്നു നിലപാടെടുത്തുകൊണ്ട് രംഗത്ത് വന്നു. അത് ഇടതുമുന്നണി നേതൃത്വത്തെ ഗണേഷ് കുമാർ അറിയിച്ചു. അതിനുശേഷമാണ് ഗണേഷ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തത്. മുഖ്യമന്ത്രിയുമായും ഇതിനിടെ അദ്ദേഹം ആശയവിനിമയം നടത്തിയിരുന്നു. കേസുണ്ടാകില്ല, പരാതിയുമായി അവർ മുന്നോട്ട് പോകില്ല, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്ന് മുഖ്യമന്ത്രിയും ഗണേഷ് കുമാർ അറിയിച്ചു. അതിനെ തുടർന്നാണ് ഗണേഷ് കുമാർ രാജി വേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ഇടതുമുന്നണി നേതൃത്വം എത്തിച്ചേർന്നത്. മന്ത്രിസഭാ യോഗത്തിൽ ഗണേഷ് കുമാർ പങ്കെടുത്തു. മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം സ്വാഭാവികമായും ചർച്ചയ്ക്ക് വന്നിട്ടുമില്ല. പക്ഷേ പ്രതിപക്ഷം ഇപ്പോഴും ഗണേഷ് കുമാറിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയാണ്. രാജി വേണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. നേരത്തെ 2013 സമാനമായ ഒരു ആരോപണം ഗണേഷ് കുമാർ നേരിട്ടുന്നു. അന്ന് അദ്ദേഹം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ, അതുപോലെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനുമൊക്കെ സ്വീകരിച്ച നിലപാട് ഇപ്പോൾ അവർ എടുക്കുന്ന നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നതല്ല, ഘടകവിരുദ്ധമെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്തുകൊണ്ട് ഈ ഒരു പരാതി കിട്ടിയിട്ടും മുഖ്യമന്ത്രി നടപടിയെടുത്തില്ല, മുഖ്യമന്ത്രി കൂടി രാജിവെക്കണമെന്നാണ് VS ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയിട്ടും എന്തുകൊണ്ട് പൂഴ്ത്തിവെച്ചു എന്നതിന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ ആവശ്യപ്പെട്ടത്. ഇവിടെയും ഒരു ക്രൈം നടന്നിരുന്നു. ഇരയ്ക്ക് പരാതിയില്ല എന്നതുകൊണ്ട് മാത്രം ക്രൈം ഇല്ലാതാകുന്നില്ല. അവിടെ ഇവരെ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അടക്കം കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു, അവരെ തടഞ്ഞുവെച്ചു എന്ന ഗുരുതരമായ ആരോപണം അവർ നേരത്തെ ഉന്നയിച്ചതാണ്. ഇപ്പോൾ അവർ ആരോപണത്തിൽ നിന്ന് പിന്നോട്ട് പോകുമ്പോഴും ആ സംഭവം അതേപടി നിലനിൽക്കുന്നു. പോലീസിന്റെ കൺട്രോൾ റൂമിൽ ഫോൺ കോൾ വരികയും അവിടെ നിന്ന് പോലീസ് അവിടെ എത്തുകയും ചെയ്തു. അതുവഴി പോലീസിനും മുഖ്യമന്ത്രിക്കും വിവരം അന്ന് അറിയാവുന്നതാണ്. എന്നിട്ടും ഗണേഷ് കുമാറിനെ ഇതിനെ സംരക്ഷിക്കുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. പ്രതിപക്ഷം ഇക്കാര്യത്തിൽ പരസ്യമായി ഏതെല്ലാം രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകും അരുൺ? എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമാണ്. മന്ത്രിക്കെതിരെയുള്ള ഏത് രീതിയിലുള്ള സമരങ്ങൾക്കാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ തീരുമാനം? ഇന്നലെയും മന്ത്രിയുടെ ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തിയിരുന്നു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനമുണ്ടായിരുന്നു. ഈ പ്രതിഷേധ പ്രകടനങ്ങൾക്കപ്പുറത്തേക്ക് ഇതൊരു രാഷ്ട്രീയ ക്യാമ്പയിനായി പ്രതിപക്ഷം മാറ്റാൻ തന്നെയാണ് സാധ്യത. അതിന് കാരണം സ്ത്രീ സുരക്ഷയാണ് സർക്കാരിന്റെ പ്രധാനപ്പെട്ട നേട്ടമായി സർക്കാർ അവകാശപ്പെടുന്നത്. അവരുടെ പ്രചരണവും അതുതന്നെയാണ്. ദിലീപ് കേസിലെ അതിജീവിതയാണ് സർക്കാരിന് വേണ്ടി പല പ്രചരണ വീഡിയോകളിലും രംഗത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു വിഷയം, അങ്ങനെ ഒരു അവകാശം നിൽക്കുമ്പോൾ ഒരു മന്ത്രിയുടെ വസതിയിൽ പോലും മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും സുരക്ഷയില്ലാത്ത നാടായി ഇത് മാറുന്നു. അങ്ങനെ പരാതി വന്ന ശേഷവും നടപടിയെടുക്കാൻ തയ്യാറാകാത്ത എന്തുകൊണ്ടെന്ന ചോദ്യം പ്രതിപക്ഷം ഉയർത്തും. ഗണേഷിനെതിരെയുള്ള പ്രത്യേക സമരങ്ങൾക്കപ്പുറത്തേക്ക് ഇതൊരു ക്യാമ്പയിനായി സർക്കാരിന്റെ സ്ത്രീ സുരക്ഷ എന്നത് പൊള്ളയായ വാഗ്ദാനം മാത്രമെന്ന് ഉയർത്തിക്കാട്ടുന്ന പ്രചരണമാകും തെരഞ്ഞെടുപ്പിൽ UDF നടത്താൻ പോകുന്നത്. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും KB ഗണേഷ് കുമാറിന്റെ രാജി തൽക്കാലം ഇല്ല. ഭാര്യയുമായുള്ള തർക്കം അത് ഒത്തുതീർപ്പിലെത്തുകയും ചെയ്തിട്ടുണ്ട്. വിവാദങ്ങൾക്കിടെയാണ് KSRTCയുടെ ആശുപത്രി ഉദ്ഘാടന ചടങ്ങിൽ ഗണേഷ് കുമാർ ഇപ്പോൾ തിരുവനന്തപുരത്ത് പങ്കെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ സാരംഗ് സുധാകരൻ ചേരുകയാണ്. സാരംഗ്, ഇവിടെയും പ്രതിഷേധത്തിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന്? ഗണേഷ് എന്തെങ്കിലും പറയുവാൻ തയ്യാറായിട്ടുണ്ടോ മാധ്യമങ്ങളോട്? മഞ്ജുഷ, നിലവിൽ ഇപ്പോൾ ഈ ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിലാണ് മന്ത്രി നിൽക്കുന്നത്. ഇപ്പോൾ ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടന കർമ്മമാണ് നമുക്ക് പിന്നിൽ നിന്ന് കാണുന്നത്. ഇവിടെ യാതൊരു വിധത്തിലുള്ള പ്രതിഷേധവും ഇല്ല. പക്ഷേ അത് മുൻകൂട്ടി കണ്ട്, അഥവാ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ അടക്കം പ്രതിഷേധം ഉണ്ടാകുമോ എന്ന പ്രതീക്ഷ പോലീസിന് വലിയ സന്നാഹം ഒരുക്കിയിരുന്നെങ്കിലും ജീവനക്കാരും പാർട്ടി പ്രവർത്തകരടക്കം വലിയ വരവേൽപ്പാണ് മന്ത്രിക്ക് ഇവിടെ നൽകിയത്. ഇപ്പോൾ ഉദ്ഘാടന കർമ്മത്തിലേക്ക് മന്ത്രി കടന്നിരിക്കുകയാണ്. ഇതിനുശേഷം ഇതുവരെയും മന്ത്രി കൃത്യമായ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല. ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും പ്രതികരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രതിഷേധങ്ങൾക്ക് സാധ്യത ഉണ്ടെങ്കിൽ പോലും അത് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വളരെ സാധാരണ രീതിയിൽ തന്നെയാണ് ഇവിടെ ചടങ്ങുകൾ നടക്കുന്നത്. ഇതിന് ശേഷം ആയിരിക്കും മന്ത്രിയുടെ പ്രതികരണം ഉണ്ടാവുക. ശരി, സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ വിഷയത്തിൽ ഒത്തുതീർപ്പായി എന്നാണ് ഇപ്പോൾ ഗണേശിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായിട്ടില്ലെങ്കിലും ഭാര്യയുമായി ഒത്തുതീർപ്പായി. അതുകൊണ്ട് തന്നെ രാജി ഉണ്ടാകില്ല. പക്ഷേ ഒത്തുതീർപ്പ് കൊണ്ട് കാര്യമില്ല. സ്ത്രീ സുരക്ഷയുടെ പേരിൽ അധികാരത്തിലേറിയ സർക്കാരാണ്. മന്ത്രിക്കെതിരെ നടപടി ഉണ്ടാകണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതിനാൽ തന്നെ പ്രതിഷേധം ശക്തമാക്കുവാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ഇപ്പോൾ KSRTCയുടെ ആശുപത്രി ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി KB ഗണേഷ് കുമാർ പങ്കെടുക്കുകയാണ്. ഇതുവരെ ഒരു കാര്യവും മാധ്യമങ്ങളോട് പിന്നീട് പറയുവാൻ മന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല. ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ടും മന്ത്രി ഇക്കാര്യത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. മന്ത്രി KB ഗണേഷ് കുമാറിനെ അതിരൂക്ഷമായി വിമർശിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഗണേഷ്
വഷളനാണെന്നാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. മന്ത്രിസ്ഥാനത്തിരുന്ന് ഇത്രയും തറയായ ഒരാളെ കണ്ടിട്ടില്ലെന്ന് വെള്ളാപ്പള്ളി. മന്ത്രിയാകുമ്പോൾ നിലയും വിലയും ഉണ്ടാകാൻ ബാധ്യസ്ഥനാണ്. ഗണേശൻ പെണ്ണിനോടും പൊന്നിനോടും ഇഷ്ടമുള്ളയാളാണ്. മുഖ്യമന്ത്രി ജനങ്ങൾക്ക് തൃപ്തികരമായ ഒരു തീരുമാനം എടുക്കണമെന്നും വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടു. മാന്യമായി പൊതുപ്രവർത്തനം നടത്തേണ്ടതിന് പോലെ ഒരു വഷളായ ഒരു മന്ത്രി, ഒരു മന്ത്രിയാകുമ്പോൾ പോലെങ്കിലും ഒരു നിലയും നിലവാരവും പുലർത്താൻ ബാധ്യസ്ഥനാണ്. മന്ത്രി അല്ലെങ്കിൽ പോലും ഇതുപോലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാരത സംസ്കാരത്തിന് ഉചിതമല്ല. പിന്നെ അദ്ദേഹത്തിന് പെണ്ണിനോടും പൊന്നിനോടും ഏറെ ഇഷ്ടമുള്ളതാണ്. മന്ത്രിക്കെതിരെ പരാതി കൊടുക്കാൻ ഇല്ലെന്നാണ് ഭാര്യ ബിന്ദു പറയുന്നത്. അവരുടെ പ്രതികരണം കേൾക്കാം. ഇല്ല, ഞാൻ അങ്ങനെ ഒരു റിവെഞ്ച് എടുത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് എനിക്ക് ഇറ്റ്സ് വെരി ഈസി ടു സേ ദാറ്റ് ഓക്കെ എനിക്ക് ഇനി ഒന്നും വേണ്ട, ഞാൻ കേസുമായിട്ട് പോവാണ് മുന്നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഞാൻ എല്ലാം വിട്ട് എന്റെ ഭർത്താവിന്റെ കൂടെ വന്നത് പലതവണയും എനിക്ക് വേണമെങ്കിൽ പോവായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും ചെയ്യാതിരുന്നതിന്റെ റീസൺ എനിക്ക് എന്റെ ഹസ്ബൻഡിനെ അത്ര ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഫോൺ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഞാനൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നത്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് ഗതാഗതം നിലച്ചതോടെ വിവിധ ഏഷ്യൻ രാജ്യങ്ങൾ കടുത്ത ഊർജ്ജ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പാകിസ്ഥാനും ഫിലിപ്പീൻസും സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിനങ്ങളുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. പെട്രോൾ, ഡീസൽ വില വർധനവ് നിയന്ത്രിക്കാൻ ദക്ഷിണ കൊറിയയും തായ്ലൻഡും അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചു. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. IRGC ഭീഷണി തുടർന്നാൽ സർവനാശമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളത്. സാഹചര്യം ഉപയോഗപ്പെടുത്തി റഷ്യൻ എണ്ണ വിറ്റഴിക്കാൻ കരുക്കൾ നീക്കുകയാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം ഇന്ത്യയിലും ഗുരുതര പ്രതിസന്ധിക്ക് ഇടവയ്ക്കുകയാണ്. മിക്ക സംസ്ഥാനങ്ങളിലും LPG സിലിണ്ടറുകൾ കിട്ടാനില്ലാത്ത സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ബംഗളൂരു അടക്കമുള്ള ഇടങ്ങളിൽ LPG പ്രതിസന്ധിയെ തുടർന്ന് പല ഹോട്ടലുകളും അടച്ചു. പ്രതിസന്ധി മുതലെടുത്ത് പൂഴ്ത്തിവെപ്പ് നടത്തുന്നത് തടയാൻ കേന്ദ്ര സർക്കാരും നടപടി തുടങ്ങിയിട്ടുണ്ട്. അജയ് സുധാ ബിജു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, എന്തായാലും യുദ്ധത്തിന് അറുതിയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. ഇറാന്റെ ഏറ്റവും അവസാനത്തെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അതിൽ ട്രംപിനുള്ള മറുപടിയാണ്. അത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, യുദ്ധം തുടങ്ങിവെച്ചത് നിങ്ങളാണ്, തീർക്കുന്നത് ഞങ്ങളായിരിക്കുമെന്ന്. അതായത് പിന്മാറാൻ തയ്യാറല്ല എന്നാണ് ഇറാന്റെ വാദം. അതിനു മുൻപ് ട്രംപ് പറഞ്ഞത് യുദ്ധം ഉടൻ തീരുമെന്നാണ്. പക്ഷേ തീരില്ല എന്നാണല്ലോ ഈ പ്രതികരണം കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇറാൻ അത്തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ യുദ്ധം അത് എപ്പോൾ തീരണമെന്ന് ഇറാൻ തീരുമാനിക്കും എന്നാണ് IRGC വ്യക്തമാക്കിയിട്ടുള്ളത്. അത് ട്രംപിന്റെ ഈ യുദ്ധം ഉടൻ അവസാനിക്കാൻ പോകുന്നു, അമേരിക്കയും ഇസ്രായേലും തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇത്തരത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ ഇത്തരമൊരു റിയാക്ഷൻ വരുന്നത്. എന്തായാലും നിലവിലുള്ള അമേരിക്കൻ അതുപോലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇറാനിൽ മരണസംഖ്യ വല്ലാതെ ഉയരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടെഹ്റാനിൽ മാത്രം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 40-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇറാന്റെ പ്രത്യാക്രമണങ്ങളും അത് രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഈ കുർദിഷ് മേഖലയിലുള്ള ഇറാഖിലുള്ള കുർദിഷ് മേഖലയിലെ ഒരു UAE കോൺസുലേറ്റിന് നേരെ കുറച്ചു മുൻപേ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ UAE അന്വേഷണം ഉൾപ്പെടെ പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ഇറാഖിലുള്ള ഒരു US-ന്റെ സൈനിക താവളത്തിന് നേരെയും ഇപ്പോൾ നിലവിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. സൗദി അറേബ്യയിലും ആക്രമണങ്ങൾ രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഏതാണ്ട് 2 മിസൈലുകളും 6-ലധികം ഡ്രോണുകളും സൗദി അറേബ്യ നശിപ്പിച്ചു എന്നാണ് വിവരമുള്ളത്. ബഹ്റൈനിൽ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന് നേരെ ആക്രമണം ഉണ്ടായി. ഈ ആക്രമണത്തിൽ ഈ കെട്ടിടം തകർന്നു വീണ് ഒരു 29 വയസ്സുള്ള പെൺകുട്ടി മരിക്കുകയും ചെയ്തിരുന്നു. 8-ലധികം പേർക്ക് പരിക്കുമുണ്ട്. ഇതൊക്കെയാണ് പശ്ചിമേഷ്യയിലെ സാഹചര്യം. നിലവിൽ ഹോർമുസ് കടലെടുക്ക് വഴി 1 ലിറ്റർ എണ്ണ പോലും കടന്നുപോകാൻ അനുവദിക്കില്ല എന്നാണ് IRGC നിലപാടെടുത്തിട്ടുള്ളത്. ഈ മേഖലയിൽ അവർ കടുത്ത നിയന്ത്രണം തുടരുകയാണ്. മാത്രമല്ല അവരൊരു ഉപാധി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഏതൊക്കെ രാജ്യങ്ങളാണോ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും അംബാസഡർമാരെ പുറത്താക്കാൻ തയ്യാറാകുന്നത് ആ രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ ഹോർമുസ് കടലെടുക്ക് വഴി ഗതാഗതം നടത്താം എന്നും IRGC വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുവഴി അമേരിക്കയെ ഒന്ന് സമ്മർദ്ദത്തിലാക്കാൻ തന്നെയാണ് അവരുടെ നീക്കം. എന്തായാലും ഈ വിഷയത്തിൽ നിലവിൽ പെട്ടിരിക്കുന്നത് ഏഷ്യൻ രാജ്യങ്ങളാണ്. വലിയ രീതിയിൽ ഈ പശ്ചിമേഷ്യയിൽ നിന്നുള്ള
ക്രൂഡ് ഓയിലിനെ ഏഷ്യൻ രാജ്യങ്ങൾ ആശ്രയിച്ചിരുന്നു. ഇത് കാരണം പല രാജ്യങ്ങളിലും പ്രശ്നങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പാകിസ്ഥാനിലാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം. അവിടെ സ്കൂളുകൾക്ക് നിലവിൽ 2 ആഴ്ചത്തേക്ക് ഈ ഊർജ്ജ പ്രതിസന്ധി കാരണം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ ഈ സ്ഥാപനങ്ങൾ ആഴ്ചയിൽ 4 ദിവസം മാത്രമാക്കി പ്രവൃത്തി ദിവസം. അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരുടെ എണ്ണം 50% വെട്ടിക്കുറയ്ക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം അത് നിലവിൽ പാകിസ്ഥാനിൽ നടക്കുന്നില്ല. ഓൺലൈനായിട്ട് മാത്രമാണ് ക്ലാസുകൾ നടക്കുക എന്നും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഫിലിപ്പീൻസും ഈ പ്രവൃത്തി ദിനങ്ങളുടെ എണ്ണം 4 കുറയ്ക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഫിലിപ്പീൻസിൽ എയർ കണ്ടീഷണറുകളുടെ താപനില 24 സെൽഷ്യസ് ആക്കി നിലനിർത്തണം എന്നും ഒരു അറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദക്ഷിണ കൊറിയയും തായ്ലൻഡും ഈ ഒരു വില നിയന്ത്രണം, പെട്രോൾ ഡീസൽ വില സ്വകാര്യ കമ്പനികൾ അനിയന്ത്രിതമായിട്ട് ഉയർത്താതിരിക്കാൻ വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ ദക്ഷിണ കൊറിയ ഒരു അടിയന്തര യോഗം ഉൾപ്പെടെ ചേർന്നിരുന്നു. ദക്ഷിണ കൊറിയ 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ പെട്രോൾ ഡീസൽ വിലയ്ക്ക് മേലൊരു നിയന്ത്രണം കൊണ്ടുവരുന്നത്. ഇത് ഈ സ്വകാര്യ കമ്പനികൾ അനിയന്ത്രിതമായി ഉയർത്തരുത് എന്നാണ് ദക്ഷിണ കൊറിയ അതുപോലെ തന്നെ തായ്ലൻഡും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ബംഗ്ലാദേശിലും പ്രതിസന്ധിയുണ്ട്. ബംഗ്ലാദേശിൽ അടുത്ത തിങ്കളാഴ്ച വരെ ഈ സർവകലാശാലകൾ തുറന്ന് പ്രവർത്തിക്കില്ല എന്നും അറിയിപ്പുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള ഈ പ്രതിസന്ധികളിലൂടെ ലാഭം കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണ് തീർച്ചയായിട്ടും ഈ റഷ്യ ഇപ്പോൾ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ക്രൂഡ് ഓയിൽ വേണമെങ്കിൽ ഇറക്കുമതി ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനു മുൻപേ നമുക്കറിയാം റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യൻ എണ്ണയ്ക്ക് ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ അഭിപ്രായ ഭിന്നതകളൊന്നും താൻ കണക്കാക്കുന്നില്ല. ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ ഏത് രാജ്യങ്ങൾക്ക് വേണമെങ്കിലും എണ്ണ വിൽക്കാൻ തയ്യാറാണ് എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ നിലവിലുണ്ടായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ള ഒരു സമ്മർദ്ദം, അതുപോലെ മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്കുമുള്ള ഒരു സമ്മർദ്ദം, അത് പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് പുട്ടിൻ്റെ ലക്ഷ്യം. ഇതുവഴി ക്രൂഡ് ഓയിൽ വിറ്റഴിക്കാനും റഷ്യ ഒരു മാർഗം ഇതിലൂടെ കണ്ടെത്തുന്നുണ്ട്. അതുപോലെ ഈജിപ്തിലും ഇപ്പോൾ നിലവിൽ ഇന്ധനവില വർധനവ് നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ്. 30% വർധനവ് ഈജിപ്ത് വരുത്താൻ പോവുകയാണ്. പാകിസ്ഥാനിൽ ഉൾപ്പെടെ പെട്രോളിയം ഡീസൽ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചിരുന്നു. 55 പാകിസ്ഥാനി രൂപയാണ് ഒറ്റയടിക്ക് കൂടിയത്. ഇത് ഇന്ത്യൻ രൂപയിലേക്ക് വരുമ്പോൾ 18 രൂപ വരും. അപ്പോൾ ഇതൊരു വലിയ പ്രതിസന്ധിയായി തന്നെ ഏഷ്യൻ രാജ്യങ്ങളിൽ ആഞ്ഞടിക്കുകയാണ്. ശരി, അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. യുദ്ധം നീണ്ടുപോകുന്നത് ആഗോള വ്യാപകമായി ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്. ഇന്ത്യയിൽ എന്താണ് അവസ്ഥ? ടി ജി സജിത്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സജിത്ത്, ആഗോള വ്യാപകമായിട്ട് ഊർജ്ജ പ്രതിസന്ധിയുണ്ട്. പക്ഷേ രാജ്യത്ത് ഊർജ്ജ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് ഇന്നലെ വിദേശമന്ത്രി പാർലമെന്റിൽ പറഞ്ഞതാണ്. പക്ഷേ ഈ ഊർജ്ജ പ്രതിസന്ധിയുടെ ആദ്യ ഭാഗമാണല്ലോ പാചകവാതക ക്ഷാമം എന്ന് പറയുന്നത്. രാജ്യത്ത് എവിടെയൊക്കെ ഇത്തരത്തിലുള്ള ക്ഷാമം ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്? മഞ്ജുഷ, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഊർജ്ജ പ്രതിസന്ധിയുടെ ആദ്യ രൂപം എന്ന രീതിയിലാണ് LPG സിലിണ്ടറുകൾക്ക് ഇപ്പോൾ രാജ്യത്ത് ക്ഷാമം അനുഭവപ്പെടുന്നത്. പല പ്രധാനപ്പെട്ട നഗരങ്ങളിലും സംസ്ഥാനത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും ഈ പ്രതിസന്ധി അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ബംഗളൂരു അടക്കമുള്ള നഗരങ്ങളിൽ പല ഹോട്ടലുകളും അടച്ചിടേണ്ട സാഹചര്യങ്ങളിലേക്ക് പോലും ഈ സ്ഥിതി ഉണ്ടാക്കുന്നു എന്നതാണ് സാഹചര്യം. ഈ പ്രതിസന്ധി മുതലെടുത്തുകൊണ്ട് ഈ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും നടക്കാനുള്ള നീക്കങ്ങളും അത് തടയാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകളും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് ഉപയോഗിച്ചുകൊണ്ടാണ് സർക്കാരിൻ്റെ ഒരു നീക്കം ഉണ്ടാവുന്നത്. ഈ LPG സിലിണ്ടർ ബുക്കിങ്ങിന് 25 ദിവസത്തെ ഇടവേള കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഈ ഗാർഹിക സിലിണ്ടറുകൾക്ക് 60 രൂപയും വാണിജ്യ സിലിണ്ടറുകൾക്ക് 110 രൂപയുടെ വിലവർദ്ധനവും രാജ്യത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചില മുൻകരുതൽ നടപടികളിലേക്ക് മുന്നോട്ട് പോകുന്നത്. റിഫൈനറികൾക്ക് LPGയുടെ ഉൽപ്പാദനം പരമാവധി വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ലഭ്യമാവുന്ന LPGകൾ പൂർണ്ണമായും ഗാർഹിക മേഖലയിലേക്ക് കൈമാറുക എന്ന നീക്കമാണ് ഉണ്ടാവുന്നത്. അതായത് ഗാർഹിക മേഖലയിൽ മുടക്കമുണ്ടാവാതെ വിതരണം നടക്കണമെന്നതാണ് ലക്ഷ്യം. അങ്ങനെയെങ്കിൽ വാണിജ്യ സിലിണ്ടറുകൾക്ക് വലിയ ക്ഷാമം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നതാണ് സാധ്യത. ഒപ്പം തന്നെ ഇനിയും വില വർധനവിനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. ശരി, സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇറാൻ യുദ്ധം ഉടൻ അവസാനിപ്പിക്കാൻ പോകുന്നുവെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് US-ഉം ഇസ്രായേലും തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു. മുസ്തഫ ഖമനേയി പരമോന്നത നേതാവായതുകൊണ്ട് ഇറാനിലെ പ്രശ്നങ്ങൾ അവസാനിക്കില്ലെന്നും താൻ നിരാശനാണെന്നും ട്രംപ് വ്യക്തമാക്കി. Mr. President, you've said the war is, quote, very complete, but your defense secretary says this is just the beginning. So which is it, and how long should Americans be prepared? Well, I think for you could this war say to it both. last for? The beginning, it's the beginning of building a new country.
have to take him out? Does he have a target on his back? You mean the new supreme leader? You mean the son? How can there be an Iran with Well, another I don't Ayatollah? want to say that, but I was disappointed because we think it's going to lead to just more of the same problem for the country. So I was disappointed to see their choice. You've said you have someone in mind to be the new Iranian leadership, if not the Ayatollah's son. What are you looking for in that person? Are you looking at someone internal, given that you just said that their leadership has been decimated? I like the and idea wiped of internal and eternal, come to think of it. But I like the idea of internal because it works well. I mean, I think we've proven that so far in Venezuela. We have a woman, Delcy, who has been president of the country, very respected, she's doing a great job. And it's, no disruption. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയിൽ LPG ക്ഷാമം രൂക്ഷമാണ്. വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറുകൾ കിട്ടാതായതോടെ തട്ടുകടകൾ തുറക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പൂഴ്ത്തിവെപ്പ് കരിഞ്ചന്തയിൽ വിൽക്കാനുള്ള ശ്രമം ഉണ്ടെന്ന് ആരോപണമുണ്ട്. സംസ്ഥാനത്ത് പാചകവാതക ക്ഷാമം രൂക്ഷമാവുകയാണ്. യുദ്ധ പശ്ചാത്തലത്തിലാണ് പാചകവാതകത്തിന്റെ ക്ഷാമത്തിലേക്ക് സംസ്ഥാനം നീങ്ങുന്നത്. കൊമേഴ്സ്യൽ വാണിജ്യ ഉപയോഗത്തിനുള്ള സിലിണ്ടറുകൾ നൽകാത്ത ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ മുതൽ പലയിടത്തും പല ഏജൻസികളിലും സിലിണ്ടറുകൾ വരുന്നില്ല. അതിന്റെ ഭാഗമായി കടകൾ, ഈ തട്ടുകട അടക്കം നടത്തുന്നവർ പ്രതിസന്ധിയിലാണ്. ഹോട്ടലുകളെ ഇത് വൈകാതെ ബാധിക്കും. വലിയ വില കൊടുത്ത് വാങ്ങാൻ പോലും സിലിണ്ടറുകൾ കിട്ടാത്ത അവസ്ഥയാണ്. ഞാനുള്ള സെക്രട്ടേറിയറ്റ് മുൻവശത്തുള്ള കടകളിലാണ്. ഇവിടെ നിരവധി കടകൾ ഇന്ന് ഈ ഗ്യാസ് ലഭിക്കാത്തതിനെ തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. വാണിജ്യ സിലിണ്ടറുകൾ ഫില്ല് ചെയ്യുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലയിടം ഗോഡൌണിലേക്കും സിലിണ്ടറുകൾ വരുന്നില്ല. എന്തുകൊണ്ട് കട തുറക്കാത്തത്? ഗ്യാസ് ഇല്ല. ഗ്യാസ് നമ്മൾ അന്ന് 2 ദിവസത്തിലൊരിക്കൽ എടുത്താണ് ഗ്യാസ് ഉപയോഗിക്കുന്നത്. ഗ്യാസ് വരുന്നില്ല. ഗ്യാസ് കൊണ്ടുവരുന്ന ആളിനെ വിളിക്കുമ്പോൾ പറയാണ് കമ്പനി കൂട്ടി, ഇനി ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നാലേ വരുള്ളൂ, ഇന്നലെ വിളിക്കുന്നത് ഇന്ന് വിളിക്കുന്നത്. എന്നാൽ ചില കടകളെല്ലാം തുറക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് പാല് കച്ചവടം കൂടി ഉള്ളതുകൊണ്ട് പാല് കൊണ്ടുപോകുന്ന കടകളെല്ലാം ഓരോന്നോരോന്നായിട്ട് പൂട്ടിക്കൊണ്ടിരിക്കുന്നു. വൻകട ഹോട്ടൽ മുതൽ താഴോട്ടുള്ള ചെറുകിട ഹോട്ടൽ വരെ പൂട്ടിക്കൊണ്ടിരിക്കുന്നു. കാരണം പാല്, തൈര് ഇതെല്ലാം കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങളെല്ലാം പിന്നെ തിരിച്ചെടുത്തോണ്ടിരിക്കുന്നു. അങ്ങനെ വളരെ പ്രതിസന്ധിയിലാണ്. ബൾക്കിന് അവര് സ്റ്റോക്ക് ചെയ്യുന്ന ആൾക്കാർ ബൾക്കിന് എടുത്ത് സ്റ്റോക്ക് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് ഇരട്ടി ക്യാഷാണ് ചോദിക്കുന്നത്. ഇപ്പം 116 രൂപ എന്തോ കൂട്ടിയെന്ന് പറയുന്നു. ആ 116 രൂപ കൂട്ടിയത് പോരാഞ്ഞിട്ട് 1850 രൂപ കൊടുത്തോണ്ടിരുന്നത് ഇപ്പം 2500 രൂപ വരെ ഞങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് ഒരു കുറ്റി ഗ്യാസിന്. 2500 രൂപയ്ക്കാണ് ഇപ്പം എടുക്കുന്ന അവസ്ഥ. 2500 രൂപയ്ക്ക് അവരിന്ന് ബ്ലാക്കിന് എടുക്കേണ്ട അവസ്ഥയാണ് ഞങ്ങൾക്ക് വരുന്നത്. ആ 2500 രൂപ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഞങ്ങളെ തീർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? എന്താണ് കട തുറക്കാൻ പറ്റാതെ? ഇന്നലെ മുതൽ ഞാൻ ഗ്യാസിനെ വിളിച്ചു ചോദിച്ചപ്പോൾ ഗ്യാസിന് ഗോഡൗണെല്ലാം പൂട്ടിയിരിക്കുകയാണ്. ഗ്യാസ് കിട്ടാൻ വഴിയില്ല, ഒരു വഴിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് വലിയ ബുദ്ധിമുട്ട്. കട തുറക്കാൻ നിവൃത്തിയില്ലാതിരിക്കുകയാണ്. ഇതാണ് സംഭവം. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് കച്ചവടം ഉള്ളതാണ്, പാലിന്റെ ഏജൻസിയൊക്കെ ഉള്ളതാണ് എൻ്റെ ചേട്ടൻ. പക്ഷേ പാല് കൊണ്ട് പല കടകളിലും പോയപ്പോഴേ പാല് എടുക്കുന്നില്ല. ഗ്യാസ് തീർന്നു പോയി, പാല് തിരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പാല് ബുക്കിംഗ് തന്നെ കുറയ്ക്കുകയാണ്. അപ്പോൾ സർക്കാർ ഇതിൽ ശക്തമായ രീതിയിൽ ഇടപെട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു തീരുമാനം എടുത്താലേ പറ്റുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ്, പത്രം, വെള്ളം, പാല് ഇതൊക്കെ അത്യാവശ്യ സർവീസിലുള്ളതാണ്. എന്തെങ്കിലും ഒരു തീരുമാനം പൂഴ്ത്തിവെക്കുന്ന ഒരുവിധപ്പെട്ട ഗ്യാസ് കമ്പനികൾ പൂഴ്ത്തിവെക്കുന്ന ഗ്യാസ് കുറ്റികൾ ഞങ്ങളെ പോലുള്ള കച്ചവടക്കാർക്ക് എടുത്തു തരാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. കാരണം അവർ എക്സ്ട്രാ ക്യാഷ് മേടിച്ചാണ് ഇപ്പോൾ ഇത് മേടിക്കുന്നത്. അധിക പൈസ മേടിച്ചാണ് ഞങ്ങളെ മേടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് പ്രതിസന്ധി. കടകൾ അടച്ചിടേണ്ട അവസ്ഥയിലേക്ക് പോകുന്നു. ചില കടകളൊക്കെ ഇവിടെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ പലയിടത്തും ഈ പാചകവാതകം, വാണിജ്യ ഉപയോഗത്തിനുള്ള പാചകവാതകം ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ചില കടകൾ പൂർണ്ണമായും അടച്ചിടുന്നു, പലതും അടയ്ക്കേണ്ട അവസ്ഥയിലാണ്. കടകൾ തുറന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ് പാചകവാതക പ്രതിസന്ധി. ബ്ലാക്കിന് വിൽക്കുന്നവരുടെ എണ്ണവും കുറവല്ല. വലിയ വില കൊടുത്ത് വാങ്ങേണ്ടി വരും. അത് അങ്ങനെ വാങ്ങിയാൽ പോലും, അങ്ങനെ വില കൊടുത്താൽ പോലും കിട്ടാത്ത അവസ്ഥ കൂടി ഇപ്പോൾ ഉണ്ട് എന്ന് തന്നെയാണ് ഈ കടക്കാർ പറയുന്നത്. ഇത് വൈകാതെ മറ്റ് ഹോട്ടലുകൾ, ഇത് ചെറിയ തട്ടുകടകളൊക്കെയാണ്, പക്ഷേ വലിയ ഹോട്ടലുകളെ പോലും ബാധിക്കുന്ന അവസ്ഥയിലേക്ക് വൈകാതെ പ്രതിസന്ധി നീങ്ങുമെന്ന ആശങ്കയാണ് ഉയർന്നു വരുന്നത്.
ഇറാന്റെ വനിതാ ഫുട്ബോൾ ടീം അംഗങ്ങൾക്ക് ഓസ്ട്രേലിയ അഭയം നൽകി. മന്ത്രി ടോണി ബെർക്കാണ് ഈ തീരുമാനം ലോകത്തെ അറിയിച്ചത്. ഓസ്ട്രേലിയയിൽ വെച്ച് നടന്ന ഏഷ്യ കപ്പിലെ ആദ്യ ഫുട്ബോൾ മത്സരത്തിന് മുന്നോടിയായി ഇറാന്റെ ദേശീയ ഗാനം ആലപിച്ചപ്പോൾ മൗനം പാലിച്ച 5 താരങ്ങളാണ് ഓസ്ട്രേലിയയിൽ തുടരുന്നത്. ഇവരുടെ നടപടി രാജ്യദ്രോഹമാണെന്ന് ഇറാനിൽ ആരോപണം ഉയർന്നിരുന്നു. ഇതോടെ ഇവർ ടീം താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് കടന്നുകളഞ്ഞു. താരങ്ങൾക്ക് അഭയം നൽകണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഓസ്ട്രേലിയയുടെ ഈ തീരുമാനം. ഡേറ്റ ചോർത്തൽ ആരോപണം തള്ളിയും സർക്കാരിനെ പ്രശംസിച്ചും ഹൈക്കോടതി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സർക്കാർ ജീവനക്കാർക്ക് സന്ദേശം അയച്ചതിൽ ഡാറ്റ ചോർത്തൽ ആരോപിച്ച് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ പരാമർശങ്ങൾ. ഇതിൽ നിയമവിരുദ്ധതയില്ലെന്നും ക്ഷേമരാഷ്ട്രത്തിൽ നല്ല ഭരണനിർവഹണത്തിന്റെ ഭാഗമാണെന്നും കോടതി വ്യക്തമാക്കി. സന്ദേശത്തിൽ നിയമവിരുദ്ധതയോ സ്വകാര്യതയുടെ ലംഘനമോ ഉണ്ടായിട്ടില്ല. സ്പാർക്കിലെ വിവരങ്ങൾ സർക്കാർ ശേഖരിക്കുന്നതിൽ തെറ്റില്ലെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സ്പാർക്ക് ഡാറ്റ ചോർച്ച വിവാദത്തിൽ സർക്കാരിന് അനുകൂലമായ വിധിയാണ് ഹൈക്കോടതിയിൽ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ സിംഗിൾ ബെഞ്ചിന്റേതാണ് വിധി. സർക്കാരിന് ജീവനക്കാർക്ക് സന്ദേശങ്ങൾ അയക്കാമെന്ന നിലപാടിൽ തന്നെയാണ് ഹൈക്കോടതി. ഇതുമായി ബന്ധപ്പെട്ട ഡാറ്റകൾ ചോർന്നിട്ടില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സ്പാർക്കിന്റെ വിവരങ്ങൾ IT മിഷനുമായി ബന്ധപ്പെട്ടുള്ള ജീവനക്കാരന് ലഭിക്കുക അസാധ്യമാണ്. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട് അസൈൻ ചെയ്തിട്ടുള്ള പ്രത്യേക ജീവനക്കാരന് ഇത്തരം വിവരച്ചോർച്ചയ്ക്കുള്ള സാധ്യതയില്ലെന്നും കോടതി വിലയിരുത്തുന്നുണ്ട്. നേരത്തെ ഈ ഹൈക്കോടതിയിൽ ഈ ഹർജി എത്തുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിനോട് സന്ദേശം അയക്കുന്നത് ഹർജി പരിഗണിച്ചു തീരുന്നവരെ നിർത്തണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ ഹാജരാവുകയും ഏത് സാഹചര്യത്തിലാണ് മെറ്റയുടെ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തിയത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഓൺലൈൻ ഫ്രോഡ്സ്റ്ററുകൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആരുടേതെന്ന് അറിയാത്ത തരത്തിലുള്ള മെസ്സേജുകൾ എത്തുന്നത് ജീവനക്കാരിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മെറ്റയുടെ പ്ലാറ്റ്ഫോം ബിസിനസ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കപ്പെടുന്നത്. മെറ്റ ബിസിനസ് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതെന്നും വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന ആൾ ഒരു സാഹചര്യത്തിലും ഒരു രാഷ്ട്രീയ പ്രതിനിധി മാത്രമല്ല, അദ്ദേഹം സംസ്ഥാന സർക്കാരിന്റെ അധിപനാണ്. അതുപോലെ സംസ്ഥാന ജീവനക്കാരുടെ ഹെഡാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ജീവനക്കാരോട് ഉദ്യോഗസ്ഥരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വഴി കൂടിയാണ് ഇത് എന്ന് തന്നെയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ തെറ്റില്ല. ഇത് സർക്കാരിന്റെ നേട്ടങ്ങൾ ജീവനക്കാരിൽ എത്തിക്കുക, ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായി അവരെ അറിയിക്കുക തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. അത് തന്നെയാണ്. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട രൂപഹർജി കൂടി സംസ്ഥാന സർക്കാർ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തവർക്കുള്ള നന്ദി സന്ദേശം അയക്കാനുള്ള അനുമതിയും ഹൈക്കോടതിയിൽ തേടിയിരുന്നു. അതും കോടതി അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയല്ല ഇത്തരത്തിൽ സ്പാർക്ക് വഴിയുള്ള സന്ദേശം ജീവനക്കാർക്ക് സന്ദേശം അയച്ചത്. ഇത് DA-യുമായി ബന്ധപ്പെട്ടുള്ള ക്ഷാമബത്തയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നത്. അത് മുഖ്യമന്ത്രി ഓഫീസിൽ ഒരു തരത്തിലുള്ള ഡാറ്റയും സൂക്ഷിച്ചിട്ടില്ല എന്നുള്ള കാര്യവും കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കോടതി അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് ഉദ്യോഗസ്ഥർക്ക് മെസ്സേജ് അയക്കാം, സന്ദേശം അയക്കാം എന്നുള്ള നിലപാടിൽ തന്നെയാണ്. അത് സർക്കാരിനുള്ള അനുമതി കൂടിയാണ്, സർക്കാരിന് അത്തരത്തിലുള്ള അധികാരം കൂടിയുണ്ട് എന്നുകൂടി വ്യക്തമാക്കുകയാണ് ഹൈക്കോടതി. നടിയെ ആക്രമിച്ച കേസിൽ സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. നടൻ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. നടിയെ ആക്രമിച്ച കേസിൽ സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. കഴിഞ്ഞ തവണ മുന്നോട്ട് നീക്കിയപ്പോൾ ഹർജി നൽകാനുള്ള അപ്പീൽ നൽകാനുള്ള അനുമതി ഹൈക്കോടതി നൽകിയിരുന്നു. ദിലീപ് അടക്കമുള്ള 4 പ്രതികളെ വെറുതെ വിട്ട കാര്യം ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമായും അപ്പീൽ. അതുമാത്രമല്ല, പൾസർ സോണി അടക്കമുള്ള 6 പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും അപ്പീലിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായും ദിലീപ് അടക്കമുള്ള 4 പ്രതികളെ വെറുതെ വിട്ട നടപടിയിൽ ഗൂഢാലോചന കുറ്റം തെളിയിക്കാനായില്ല എന്നുള്ളതാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിന്റെ കണ്ടെത്തൽ. ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 4 പേരെയും വെറുതെ വിടുന്ന നടപടിയിലേക്ക് പോയത്. അതേസമയം നിർണായകമായ ഡിജിറ്റൽ തെളിവുകൾ സ്വീകരിച്ചില്ല, കണക്കിലെടുത്തില്ല കോടതി എന്നുള്ള വിമർശനമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ്, പ്രധാനമായും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയിൽ അപ്പീലെത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ദിലീപ് അടക്കമുള്ള 4 പ്രതികളെ വെറുതെ വിട്ട നടപടി സാമൂഹികപരമായി നല്ല സന്ദേശമല്ല നൽകുന്നത്, അത് നീതിന്യായ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ അപ്പീലിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള വിധി വരുന്നതുമായി ഈ കഴിഞ്ഞ 2025 ഡിസംബർ 8-നായിരുന്നു
ദിവസമായിരുന്നു ഈ കുറ്റക്കാരൊക്കെയെന്ന് കണ്ടെത്തിയിരുന്ന പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ നിർണായകമായ വിധിയുണ്ടാകുന്നത്. ആ ദിവസം മുതൽ ഇങ്ങോട്ട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിനെയും ഈ വിധിന്യായത്തിനെതിരെയും വലിയ വിമർശനമായിരുന്നു സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ ഉണ്ടായിരുന്നതും. അതിനുശേഷമാണ് നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം തന്നെ ഉന്നയിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിയോജിപ്പും അറിയിച്ചിരുന്നതാണ്. അതേ തുടർന്ന് നടിയും അപ്പീലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിരുന്നതുമാണ്. എന്തായാലും സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിന്റെ വിധി, കീഴ്ക്കോടതിയുടെ വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീലുമായി എത്തിയിരിക്കുകയാണ്. ആ അപ്പീല് ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്തിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കൊച്ചിയിലെത്തും. കലൂരിൽ റോഡ് ഷോ നടത്തുന്ന പ്രധാനമന്ത്രി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടത്തും. മറൈൻ ഡ്രൈവിൽ അഖില കേരള ധീവര സഭയുടെ സുവർണ ജൂബിലി സമ്മേളനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. എൻഡിഎയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഔദ്യോഗികമായി തുടക്കം കുറിക്കുകയാണ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നതോടുകൂടി. കൊച്ചിയിൽ ഒരുക്കങ്ങളെല്ലാം അതിന്റെ അവസാന ഘട്ടത്തിലാണ്. കലൂർ സ്റ്റേഡിയത്തിലും അതോടൊപ്പം തന്നെ മറൈൻ ഡ്രൈവിലുമായാണ് പ്രധാനമന്ത്രിയുടെ 2 പരിപാടികൾ വച്ചിരിക്കുന്നത്. രാവിലെ 11:30 കൊച്ചി വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ നാവികസേനയുടെ INS ഗരുഡ വിമാനത്താവളത്തിൽ ഇറങ്ങും. തുടർന്ന് റോഡ് മാർഗം മറൈൻ ഡ്രൈവിലെത്തി അഖില കേരള ധീവര സഭയുടെ സുവർണ ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലെത്തും. സ്റ്റേഡിയം കവാടത്തിൽ നിന്നും റോഡ് ഷോ നടത്തിയായിരിക്കും പ്രധാനമന്ത്രി പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലേക്ക് എത്തുക. 12:30 ഇന്ത്യൻ റെയിൽവേയുടേതടക്കം കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കുന്നത്. തുടർന്ന് 1 മണിയോടുകൂടി തന്നെ സമീപത്തെ ഒരുക്കിയിരിക്കുന്ന മറ്റൊരു വേദിയിൽ അവിടെ എൻഡിഎയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2:30 കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും അദ്ദേഹം തിരുച്ചിറപ്പള്ളിയിലേക്ക് പോവുകയും ചെയ്യും. റോഡ് ഷോയിൽ പങ്കെടുക്കുന്ന പ്രവർത്തകർക്ക് സൗകര്യപ്രദമായി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പന്തലുകളെല്ലാം ഇവിടെ സജ്ജമായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിനായുള്ള വികസന രേഖ ഉൾക്കൊള്ളുന്ന എൻഡിഎയുടെ പ്രകടന പത്രിക പ്രധാനമന്ത്രി ഔദ്യോഗികമായി പുറത്തിറക്കിയേക്കുമെന്നാണ് BJP നേതൃത്വം വ്യക്തമാക്കുന്നത്. മാറ്റം തുടങ്ങാം, വികസിത കേരളം മോദിക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് എൻഡിഎ ഇക്കുറി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. എന്തായാലും കേന്ദ്ര നേതാക്കളടക്കം പങ്കെടുക്കുന്ന ഈ ഒരു ചടങ്ങിൽ BDJS, 2020, നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് തുടങ്ങിയ എൻഡിഎയിലെ 12ഓളം പാർട്ടികളുടെ പ്രമുഖ നേതാക്കളും പ്രവർത്തകരും ഈ ചടങ്ങിൽ പങ്കാളികളാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 1,00,000-ഓളം വരുന്ന പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടുള്ള വലിയൊരു സമ്മേളനം തന്നെയായിരിക്കും നാളെ പ്രധാനമന്ത്രി കൊച്ചിയിലെത്തുമ്പോൾ സംഭവിക്കുക. അതോടൊപ്പം തന്നെ വലിയ ഗതാഗത നിയന്ത്രണം തന്നെ ഇന്ന് 12 മണി മുതൽ തന്നെ ഗതാഗത നിയന്ത്രണം ഭാഗികമായി ആരംഭിച്ചിരിക്കുകയാണ്. നാളെ രാവിലെയോടുകൂടി അത് പൂർണ്ണമാകും. വലിയ ഗതാഗത നിയന്ത്രണമാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമായും ഈ മറൈൻ ഡ്രൈവ്, കലൂർ ഭാഗങ്ങളിലേക്ക് വരുന്നതിന് സ്വകാര്യ വാഹനങ്ങളെല്ലാം പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. 10 മണിക്ക് ശേഷം പ്രധാനമന്ത്രി പങ്കെടുത്ത് പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഗതാഗതം പഴയ സ്ഥിതിയിലേക്കാവുക. ഒപ്പം തന്നെ 800-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ വലിയ സുരക്ഷയോടുകൂടി തന്നെയാണ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തുമ്പോൾ. അതിനൊക്കെ അപ്പുറത്തേക്ക് BJP നേതാക്കളെ സംബന്ധിച്ച്, പ്രവർത്തകരെ സംബന്ധിച്ച് അതിന്റെ ഇരട്ടി ആവേശം കൂടിയാണ് നാളെ മോദി കേരളത്തിലെത്തുമ്പോൾ. എന്താണ് പ്രധാനമന്ത്രി കേരളത്തോട് പറയുന്നത്, എന്തൊക്കെ വികസന രേഖകളായിരിക്കും, എന്തൊക്കെ പദ്ധതികളാണ് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ കേരളത്തിലേക്ക് നൽകുക എന്നതുകൂടിയാണ് ഉറ്റുനോക്കുന്നത്. ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം ലക്ഷ്യമിട്ട് അമ്പലപ്പുഴ മണ്ഡലം ഒഴിച്ചിട്ട് കോൺഗ്രസ്. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ സ്വതന്ത്രനായി മത്സരിച്ചാൽ സ്ഥാനാർത്ഥിയെ ഒഴിവാക്കി പിന്തുണ നൽകാനാണ് കോൺഗ്രസിന്റെ നീക്കം. സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കം CPM-ഉം അവസാനിപ്പിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. CPM-ഉമായി ജി സുധാകരൻ ഇപ്പോഴും കടുത്ത അകൽച്ചയിൽ തന്നെയാണ്. അനുനയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴയിൽ വന്നേക്കാം എന്നുള്ള അഭ്യൂഹങ്ങളാണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ സുധാകരൻ അത്തരത്തിൽ ഒരു വിമത ശ്രമം അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടി വിട്ട് പുറത്ത് സ്വതന്ത്രനായി മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ സുധാകരനുമായി ഉള്ള അനുരഞ്ജന ചർച്ചകൾ നടത്തി ആ സീറ്റ് ഒരുമിച്ച് കൊണ്ടുപോകാമെന്നുള്ള ആലോചനകൾ UDF-നകത്ത് വളരെ സജീവമാണ്.
അതിനുള്ള നീക്കുപോക്കുകൾ കൂടി UDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി ഉള്ള കാര്യമെന്ന് പറയുന്നത് നിലവിൽ ജി സുധാകരൻ പാർലമെന്റേറിയൻ എന്ന നിലയിൽ അദ്ദേഹം വളരെയധികം അംഗീകാരമുള്ള ഒരാളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അമ്പലപ്പുഴയിൽ ജി സുധാകരൻ മത്സരിക്കുകയും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ പിന്തുണ കൂടി വരികയും ചെയ്താൽ അവിടെ തീർച്ചയായും അത്തരത്തിൽ ആ ഒരു സീറ്റ് ലഭ്യമാകുന്ന ഒരു സാഹചര്യം UDFന് ഉണ്ടാകും. ആ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ള കണക്കുകൂട്ടലിലാണ് UDF രംഗത്തിറങ്ങുന്നത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ നേരത്തെ KPCC സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കമുള്ള അല്ലെങ്കിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികകൾ അടക്കം പുറത്തു വരുന്നുണ്ട്. അതിൽ അമ്പലപ്പുഴ തൽക്കാലത്തേക്ക് ഒഴിച്ചിടാം എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അമ്പലപ്പുഴയിൽ നിലവിൽ ആര് മത്സരിക്കുമെന്നതിനെ സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ ലിജു അമ്പലപ്പുഴയിൽ സലാമിനെതിരെ മത്സരിച്ച ലിജു അമ്പലപ്പുഴയിൽ മത്സരിച്ചേക്കാം എന്നുള്ള സൂചനകൾ ലഭ്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ ലിജു തൃപ്പൂണിത്തുറയിലേക്ക് മാറുന്നു എന്നുള്ള വാർത്തകളും ലഭ്യമാകുന്നു. അത് അമ്പലപ്പുഴയിൽ ഈ സീറ്റ് സുധാകരൻ മത്സരിക്കുകയാണെങ്കിൽ സുധാകരനോടൊപ്പം ചേർന്ന് അമ്പലപ്പുഴയിൽ മറ്റൊരു രീതിയിലുള്ള ഒരു മത്സരം കാഴ്ചവെക്കാം എന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ് UDF. ആ നീക്കങ്ങളാണ് നടക്കുന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. എന്തായാലും സുധാകരൻ ഇത് സംബന്ധിച്ച് അദ്ദേഹം മത്സരിക്കുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ച് അന്തിമമായി അദ്ദേഹത്തിന്റെ തീരുമാനം അറിയിച്ചിട്ടില്ല. വരും ദിവസങ്ങൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്നുള്ള വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അമ്പലപ്പുഴയിൽ അതിശക്തമായ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ കടക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല CPM-മായി ബന്ധപ്പെട്ട് തന്നെ നിരവധി ആളുകൾ അതൃപ്തരായി നിൽക്കുന്നുണ്ട്. ഈ സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ പ്രഗത്ഭന്മാരായിട്ടും മധ്യകേരളത്തിലുള്ള CPM നേതാക്കളെ പരിഗണിക്കാത്തൊരു സാഹചര്യമുണ്ട്. അതിന്റെ അതൃപ്തി പുറത്തേക്ക് പലരും പറഞ്ഞില്ലെങ്കിൽ പോലും ഉള്ളിൽ പുകയുന്നുണ്ട് എന്നുള്ള വിവരം ലഭ്യമാകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി അത്തരമൊരു മൂവ്മെന്റ് അമ്പലപ്പുഴയിൽ നടക്കുകയാണെങ്കിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അമ്പലപ്പുഴയിലേത്. അതേസമയം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ജി സുധാകരനെ അനുകൂലിച്ച് വെള്ളാപ്പള്ളി നടേശൻ. സുധാകരന് സീറ്റ് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലെന്ന് വെള്ളാപ്പള്ളി. ആർക്കും തള്ളിക്കളയാൻ കഴിയുന്ന ജനപ്രതിനിധിയല്ല സുധാകരൻ. തോമസ് ഐസക്കിന് നൽകിയ ഇടം സുധാകരന് പാർട്ടിയിൽ കിട്ടിയിട്ടില്ല. എന്നാൽ സുധാകരൻ UDFിലേക്ക് പോകുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ആ മണ്ഡലത്തിൽ നല്ല വേറുള്ള ജനപ്രിയനായിട്ട് തന്നെ ഇന്ന് സുധാകരൻ സാറ് ആർക്കും ഒഴിവാക്കാനൊക്കുന്ന തള്ളിക്കളയാനൊക്കുന്ന ഒരു ജനപ്രതിനിധി അല്ല അദ്ദേഹം. കാരണം ഐസക് സാറിന് ഇടം കൊടുത്തു, സുധാകരൻ സാറിന് ഒരു ഇടം കൊടുത്തില്ല എന്നൊരു സ്വാഭാവികമായും ഒരു മനപ്രയാസം ഉള്ളിൽ കാണും. ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ പേരിൽ പാർട്ടിയോട് ഡിസൈഡ് ചെയ്ത് പോയി അദ്ദേഹം ഇതുവരെ നിർത്തിക്കൊണ്ടിരുന്ന ഒരു ഇടതുപക്ഷ ചിന്താഗതിയിൽ നിന്ന് UDFിലേക്ക് പോയാൽ അദ്ദേഹത്തിന് ഇതുവരെ സൃഷ്ടിച്ച എല്ലാ ഇമേജും പോയില്ലേ. തിരുവനന്തപുരം മണ്ഡലം CMPക്ക് വിട്ടു നൽകുന്നതിൽ കോൺഗ്രസിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. മണ്ഡലത്തിൽ CP ജോൺ സ്ഥാനാർത്ഥിയാകുമെന്ന ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ചുവരെഴുതി. മുൻ മന്ത്രി BS ശിവകുമാറിന്റെ നേതൃത്വത്തിൽ ചേർന്ന വിമത യോഗം സീറ്റ് ഘടകകക്ഷിക്ക് വിട്ടു നൽകാൻ കഴിയില്ലെന്ന നിലപാട് ആവർത്തിച്ചു. ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ട് സുരക്ഷിതമായ ഒരു മണ്ഡലം CMPയുടെ CP ജോണിന് നൽകുക എന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം CP ജോണിന് നൽകാനുള്ള തീരുമാനം UDF കൈക്കൊണ്ടതിന് പിന്നാലെയാണ് പരസ്യമായ പ്രതിഷേധവുമായി ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ തിരുവനന്തപുരത്ത് കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹിച്ച എല്ലാ നേതാക്കളും BS ശിവകുമാറും ശരത്ചന്ദ്ര പ്രസാദും മണക്കാട് സുരേഷും KS ശബരിനാഥനും അതോടൊപ്പം തന്നെ മറ്റ് വനിതാ നേതാക്കളും അടക്കം കോൺഗ്രസിന്റെ ബൂത്ത് തലം, ബ്ലോക്ക് തലം, അതോടൊപ്പം തന്നെ ജില്ലാ തലത്തിലുള്ള നേതാക്കൾ ഒരുമിച്ച് ഇന്നലെ ഒരു യോഗം ചേർന്നാണ് ആ ഒരു നിലപാടിനെതിരെ പരസ്യമായി ഇപ്പോൾ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അവർ ഈ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളും മഞ്ചൂരിലും KPCC ഓഫീസിന് സമീപത്തും DCC ഓഫീസിന് സമീപത്തുമെല്ലാം പോസ്റ്ററുകൾ പതിച്ചിരിക്കുകയാണ്. കൈപ്പത്തി ചിഹ്നത്തിൽ ഒരാൾ മാത്രമേ ഇവിടെ സ്ഥാനാർത്ഥിയാകാൻ പാടുള്ളൂ.
CP ജോണിന് സീറ്റ് നൽകാനാവില്ല എന്ന പ്രതിഷേധമാണ് ഈ പോസ്റ്ററുകൾ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണ്ണയം ഒരു കീറാമുട്ടിയായി മാറിയിരിക്കുന്ന സാഹചര്യമാണ്. അതായത് സുരക്ഷിതമായ ഒരു മണ്ഡലത്തിൽ CP ജോണിനെ മത്സരിപ്പിക്കുന്നത് അനിവാര്യതയാണ്. പക്ഷേ തിരുവമ്പാടിയിൽ ആദ്യം പരിഗണിച്ച തിരുവമ്പാടിയിൽ CP ജോണിനെ മത്സരിപ്പിക്കുന്നതിന് പ്രായോഗികമായ ചില തടസ്സങ്ങൾ നിലനിൽക്കുന്നു. അവിടെ VS ജോയിയുടെ പേരിന് തന്നെയാണ് ഇപ്പോഴും മുൻതൂക്കം നിൽക്കുന്നത്. ലീഗിന്റെ കയ്യിൽ നിന്ന് ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്താൽ മലപ്പുറം DCC അധ്യക്ഷൻ കൂടിയായ VS ജോയി അവിടെ ഏറെക്കുറെ സ്ഥാനാർത്ഥി അയക്കുമെന്ന് ഉറപ്പാണ്. അതിനിടയിലാണ് തിരുവനന്തപുരം സെൻട്രലിൽ പറഞ്ഞു കേട്ടിരുന്ന CP ജോണിന്റെ പേരിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ജില്ലയിൽ നിന്നുള്ള KPCC ഭാരവാഹികളും DCC ഭാരവാഹികളും ഒക്കെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അവർ ദീപദാസ് മുൻഷി ഉൾപ്പെടെയുള്ള AICCയുടെ കേരളത്തിന്റെ ചുമതലയുള്ള പ്രതിനിധികളെയും അതോടൊപ്പം തന്നെ AK ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും നേരിൽ കണ്ട് അമർഷം അറിയിച്ചിട്ടുണ്ട്. 12 പേർ രേഖാമൂലം പരാതി എഴുതി നേതൃത്വത്തിന് കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ബ്ലോക്ക് കമ്മിറ്റികളുടെ ഭാഗത്തു നിന്നും സമാനമായ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഏത് തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പായിരിക്കും ഇനി ഉണ്ടാകുക എന്നതാണ് അറിയാനുള്ളത്. കാരണം നിയമം ആവർത്തിക്കും എന്ന ആശങ്കയാണ് ഒരു വിഭാഗം നേതാക്കൾ AK ആന്റണി ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചിരിക്കുന്നത്. അതായത് സംഘടനാ തലത്തിൽ വലിയ ദൌർബല്യം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ കോൺഗ്രസിന് നേരിടേണ്ടി വരും, പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്കുണ്ടാകും എന്ന തരത്തിലുള്ള ആശങ്കയാണ് അവർ പങ്കുവച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ CP ജോണിന്റെ സ്ഥാനാർത്ഥിത്വം പ്രതിഷേധങ്ങൾക്കിടയിൽ എങ്ങനെ ഉറപ്പിക്കുമെന്നത് നേതൃത്വത്തിന് മുമ്പിൽ വലിയൊരു വെല്ലുവിളിയായി മാറും. അതല്ല, ഈ പ്രതിഷേധങ്ങൾ കണക്കിലെടുക്കാതെ CP ജോണിന് തന്നെ സെൻട്രൽ മണ്ഡലം നൽകാനുള്ള തീരുമാനത്തിൽ UDF ഉറച്ചു നിന്നാൽ സമാനതകളില്ലാത്ത പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിലും ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായേക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സീറ്റുകൾ ഏറ്റെടുക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിൽ അതൃപ്തി പരസ്യമാക്കുകയാണ് ജോസഫ് വിഭാഗം. ഘടകകക്ഷികൾക്ക് അർഹമായ പരിഗണന നൽകണമെന്നും മാണി വിഭാഗം LDFിൽ പോയപ്പോൾ മികച്ച പരിഗണന അവർക്ക് കിട്ടിയെന്നും അപ്പു ജോൺ ജോസഫ് പറഞ്ഞു. സീറ്റ് ചർച്ചകൾ വൈകുന്നത് സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യതയെ ബാധിച്ചേക്കുമെന്നും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ആശങ്കപ്പെടുകയാണ്. കോൺഗ്രസ് പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പകുതി സീറ്റുകളാകാന്നുള്ളത് മുന്നണിയുടെ പൊതു സംവിധാനത്തിൽ അത്രയെങ്കിലും സീറ്റുകളിൽ ആളുകളെ നിശ്ചയിക്കുക എന്നുള്ളത് അത് ഒരു മുന്നണിയുടെ ആവശ്യം കൂടിയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ചൂട് പിടിച്ച് മറ്റ് ഘടകകക്ഷികളും അവരുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന കാര്യങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ വളരെ ഊർജിതമായി വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. ഒന്നോ രണ്ടോ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിന് നമ്മളൊരു കാലതാമസം എന്ന് പറയുന്ന കാര്യമില്ല. ഇന്നിപ്പം കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഡൽഹിയിലാണ്, അവരുടെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കേരള കോൺഗ്രസ് പാർട്ടി അറിയും. ഇത് ഒരു പരിധിയിൽ കൂടുതൽ വെച്ച് നീട്ടിക്കൊണ്ട് പോകുന്നത് മുന്നണിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഓരോ നിയോജക മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യത ബാധിക്കുന്ന കാര്യങ്ങളാണ്. എത്രയും പെട്ടെന്ന് തീരുമാനമെടുത്ത് മുന്നണി ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി സുസജ്ജമാണ്. തവനൂരിൽ ആര് മത്സരിക്കുമെന്ന കാര്യത്തിൽ ധാരണയാകാതെ കോൺഗ്രസ്. VS ജോയ്, സന്ദീപ് വാര്യർ എന്നിവർക്ക് പുറമെ PT അജയ് മോഹനും സീറ്റിനായി രംഗത്തുണ്ട്. VS ജോയിയെ തിരുവമ്പാടിയിൽ സ്ഥാനാർത്ഥിയാക്കി തവനൂരിൽ സന്ദീപ് വാര്യരെ മത്സരിപ്പിക്കാനായിരുന്നു നീക്കം. എന്നാൽ തിരുവമ്പാടി, പട്ടാമ്പി സീറ്റുകൾ ലീഗുമായി വെച്ചുമാകുന്നതിനെതിരെ രണ്ട് പാർട്ടികളുടെയും പ്രാദേശിക ഘടകങ്ങൾ രംഗത്തെത്തിയതോടെയാണ് ഈ നീക്കം അനിശ്ചിതത്വത്തിലായത്. മുസ്ലിം ലീഗും കോൺഗ്രസുമായുള്ള തിരുവമ്പാടി, പട്ടാമ്പി സീറ്റ് കൈമാറ്റം വൈകുന്നതാണ് തവനൂരിലെ സ്ഥാനാർത്ഥിത്വത്തിന് തടസ്സമാകുന്നത്. നേരത്തെ തിരുവമ്പാടി സീറ്റ് ലീഗിൽ നിന്നും ഏറ്റെടുത്ത് അവിടെ മലപ്പുറം DCC പ്രസിഡന്റായി VS ജോയെ മത്സരിപ്പിക്കാനായിരുന്നു കോൺഗ്രസിന്റെ ഉദ്ദേശം. എന്നാൽ ഈ ഒരു സീറ്റ് കൈമാറ്റം നടക്കാത്തതാണ്, അല്ലെങ്കിൽ പൂർത്തിയാകാത്തതാണ് ഇവിടെ പ്രതിസന്ധിയായിരിക്കുന്നത്. ഒരുപക്ഷെ തിരുവമ്പാടിയിൽ മത്സരിക്കാനായില്ലെങ്കിൽ VS ജോയി തവനൂരിലേക്ക് വരുമെന്ന് തന്നെയാണ് സൂചന. തിരുവമ്പാടിയോ തവനൂരിലോ ഇതിലെവിടെയെങ്കിലും ഒരു സീറ്റിൽ VS ജോയി ഉറപ്പായും മത്സരിക്കുമെന്ന് തന്നെയാണ് പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന സൂചന. അതേസമയം അതല്ലെങ്കിൽ തവനൂരിലേക്ക് ആരെ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. സന്ദീപ് വാര്യർ, അതേപോലെ PT അജയ് മോഹൻ തുടങ്ങിയവരുടെ പേരാണ് ഇപ്പോൾ ഈ പട്ടികയിലുള്ളത്. ഒരുപക്ഷെ VS ജോയി മത്സരിക്കുകയാണെങ്കിൽ മറ്റ് ചില സമവാക്യങ്ങൾ കൂടി ഇവിടെ പ്രശ്നമാകുമെന്ന തരത്തിലും റിപ്പോർട്ടുകളുണ്ട്. അതായത് മലപ്പുറം ജില്ലയിൽ ഹിന്ദു ജനറൽ വിഭാഗത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയും ഇല്ലാത്ത സാഹചര്യം VS ജോയി തവനൂരിൽ മത്സരിക്കുമ്പോൾ വരുമെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ തവനൂരിൽ വലിയ പ്രതീക്ഷയുള്ള മണ്ഡലമായിട്ടാണ് ഇത്തവണ കോൺഗ്രസ് കാണുന്നത്. പക്ഷേ ഇവിടുത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പലവിധ കാരണങ്ങളാൽ വൈകുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. നേരത്തെ തന്നെ PT അജയ് മോഹൻ ഈ ഒരു സീറ്റിന് വേണ്ടിയുള്ള സമ്മർദ്ദം തുടങ്ങിയിരുന്നു. പൊന്നാനിയിൽ KP നൗഷാദ് അലിയെ സ്ഥാനാർത്ഥിയായി ഏറെക്കുറെ നിശ്ചയിച്ചതോടെ തവനൂരിൽ സീറ്റ് വേണമെന്നൊരു നിലപാടായിരുന്നു PT അജയ് മോഹൻ ഉണ്ടായിരുന്നത്. അദ്ദേഹം ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. പക്ഷേ അദ്ദേഹത്തെയും
നേതൃത്വത്തിന് സെറ്റിൽ ചെയ്യാനും സാധിച്ചിട്ടില്ല. അതിനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. മറുവശത്ത് സന്ദീപ് വാര്യർക്ക് സുരക്ഷിതമായൊരു സീറ്റ് വേണമെന്നൊരു ആവശ്യം ഉയരുന്നുണ്ട്. സന്ദീപ് വാര്യർ തമിഴ്നാട് മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാക്കിയിരുന്നു. അവിടെയാണ് VS ജോയിയുടെ തിരുവമ്പാടി സീറ്റിലേക്കുള്ള മാറ്റം അത് പൂർത്തിയാകാത്ത ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. ചുരുക്കത്തിൽ തവനൂർ സീറ്റിൽ ആര് മത്സരിക്കുമെന്ന കാര്യത്തിൽ കോൺഗ്രസിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. തിരുവമ്പാടിയും പട്ടാമ്പിയുമായിട്ടുള്ള സീറ്റ് കൈമാറ്റം പൂർത്തിയാക്കിയാൽ മാത്രമേ, അല്ലെങ്കിൽ അതിൽ ഒരു ധാരണ ഉണ്ടായാൽ മാത്രമേ തവനൂരിലെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസിന് പ്രഖ്യാപിക്കാനാകൂ. ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപേ മഞ്ചേശ്വരത്ത് BJPയിലും CPMയിലും ഭിന്നത. മഞ്ചേശ്വരം മണ്ഡലം ഇൻചാർജ് ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ജില്ലാ പ്രസിഡന്റ് ML അശ്വനി BJP നേതൃത്വത്തെ അറിയിച്ചു. K സുരേന്ദ്രൻ മണ്ഡലത്തിൽ നടത്തുന്ന പരിപാടികൾ അറിയിക്കുന്നില്ലെന്നാണ് പരാതി. CPM സ്ഥാനാർത്ഥിയായി KR ജയാനന്ദയെ മത്സരിപ്പിക്കുന്നതിൽ DYFIയിലും അതൃപ്തിയുണ്ട്. പാർട്ടി തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മഞ്ചേശ്വരത്തെ വിവിധ ബ്ലോക്ക് കമ്മിറ്റികൾ ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകി. വാർത്തകൾ തള്ളിക്കളയുകയാണ് ML അശ്വനി. സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ഏറെ ശ്രദ്ധാകേന്ദ്രമായ മഞ്ചേശ്വരം മണ്ഡലത്തിൽ തുടക്കത്തിൽ തന്നെ BJPയിലും CPMയിലും വലിയ ഭിന്നതയാണ് മറനീക്കി പുറത്തു വരുന്നത്. BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വനി K സുരേന്ദ്രനെതിരെയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. മണ്ഡലത്തിൽ നടത്തുന്ന K സുരേന്ദ്രൻ നടത്തുന്ന പല പരിപാടികളും തന്നെ അറിയിക്കുന്നില്ല, ഏകപക്ഷീയമായാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നാണ് ML അശ്വനിയുടെ പരാതി. മണ്ഡലത്തിലെ ഇൻചാർജ് ചുമതലയിൽ നിന്നും ഒഴിവാക്കണമെന്നും ML അശ്വനി ആവശ്യപ്പെടുന്നു. അതേപോലെ തന്നെ മണ്ഡലം വൈസ് പ്രസിഡന്റിനെതിരെയും വലിയ ആക്ഷേപവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഏകപക്ഷീയമായാണ് പല തീരുമാനങ്ങളും എടുക്കുന്നത്, തന്നെ പല കാര്യങ്ങളും അറിയിക്കുന്നില്ല എന്നാണ് ML അശ്വനിയുടെ പരാതി. എന്തായാലും ഇതിനിടയിൽ തന്നെ CPMയിലും വലിയ തോതിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം മറനീക്കി പുറത്തു വരുന്നുണ്ട്. DYFI ബന്ദിയോട് ഉൾപ്പെടെ മേഖലാ കമ്മിറ്റികളാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകി KR ജയാനന്ദയെ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കാനാവില്ല എന്ന നിലപാടാണ് DYFI ഇപ്പോൾ കൈക്കൊള്ളുന്നത്. അതുപോലെ തന്നെ UDFനെ സഹായിക്കുന്ന നിലപാടാണ് KR ജയാനന്ദയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ CPM സ്വീകരിക്കുന്നതെന്ന ഒരു ആക്ഷേപവും ഇവർ ഉന്നയിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനങ്ങളിൽ തങ്ങൾ ഈ രീതിയിലാണെങ്കിൽ ഒരു തരത്തിലും സഹകരിക്കില്ല എന്നും DYFI പറയുന്നുണ്ട്. കൂടുതൽ DYFI മേഖലാ കമ്മിറ്റികൾ പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. എന്തായാലും KR ജയാനന്ദയെ അംഗീകരിക്കാൻ ആവില്ല എന്ന് തന്നെയാണ് DYFI പറയുന്നത്. ഷഹനാസ് പാത്തൂറിനെ പോലുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ടുവരണമെന്നൊരു ആവശ്യമാണ് ഇവർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. കീഴ്ത്തട്ടിൽ ഒരു സഹകരണം ഇല്ലാത്ത ആളാണ് ഈ കാൻഡിഡേറ്റ് ജയാനന്ദ് എന്ന് പറയുന്ന ആൾക്ക്. അപ്പോൾ അതിനെക്കൊണ്ട് ഞങ്ങൾക്ക് സഹകരിക്കാൻ താല്പര്യമില്ല. വേറെ ആരെ നിർത്തുന്ന പ്രശ്നമില്ല. ഇപ്പോൾ KP സഖാവായാലും VV രമേശനായാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ ഷാനവാസ് പാത്തൂറായാലും ഒരു പ്രശ്നമില്ല, സഹകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഒരു ബ്രാഞ്ച് യോഗം വിളിച്ചാന്ന് പോലും അന്വേഷിക്കാത്ത ആൾക്കാരായിട്ട് ഞങ്ങൾക്ക് സഹകരിക്കാൻ ഭയങ്കര അതൃപ്തിയുണ്ട്. 2021 KR ജയാനന്ദയെ CPM സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയപ്പോൾ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. ഇതേ തുടർന്ന് പാർട്ടിക്ക് KR ജയാനന്ദയെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും മാറ്റേണ്ടി വന്നു. പകരം VV രമേശിനെയായിരുന്നു സമവായം സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. ഏതായാലും ജയാനന്ദയ്ക്കെതിരെ വലിയ പ്രതിഷേധം CPMനകത്ത് ഉണ്ടാകുന്നു. അതോടൊപ്പം BJPയിലും വലിയ തോതിൽ ജില്ലാ പ്രസിഡന്റ് തന്നെ ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. ഏതായാലും തുടക്കത്തിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ മഞ്ചേശ്വരം മണ്ഡലം ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വേദിയാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. തൃശൂരിലെ സ്ഥാനാർത്ഥിത്വം തികച്ചും അപ്രതീക്ഷിതമാണെന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ. ഇടതുപക്ഷ സഹയാത്രികനാണെങ്കിലും സ്ഥാനാർത്ഥിയാകുമെന്ന് ഒരിക്കലും കരുതിയില്ല. തൃശൂർ ക്ഷേത്ര സംസ്കൃതിയും സാംസ്കാരികതയും മതസൗഹാർദ്ദവും ഒത്തിണങ്ങിയ മണ്ണാണ്. താൻ വിശ്വാസിയാണെന്നും രാഷ്ട്രീയത്തിന് അതീതമായി തൃശൂരിലുള്ളവർ തനിക്കൊപ്പം നിൽക്കുമെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ ന്യൂസ് 18നോട് പറഞ്ഞു. കവി, സാഹിത്യകാരൻ, പ്രഭാഷകൻ എന്നീ നിലകളിലൊക്കെ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണനെ നമ്മൾ പലവട്ടം അഭിമുഖം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ തൃശ്ശൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. സത്യത്തിൽ അപ്രതീക്ഷിതമായിരുന്നു ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം. തീർച്ചയായും പൂർണ്ണമായും അപ്രതീക്ഷിതമെന്ന് പറയാം. ഞാനൊന്നാമത് ഇത്തരം ഒരു മാനസികാവസ്ഥയുള്ള ഒരാളല്ല, അധികാര രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായിട്ട് ബന്ധമുള്ള ആളല്ല. ഞാനൊരു ഇടത് സഹയാത്രികനാണ്. പക്ഷേ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏകകണ്ഠമായി അതിൻ്റെ എക്സിക്യൂട്ടീവിലും സ്റ്റേറ്റ് കമ്മിറ്റിയിലും തൃശ്ശൂർ ഒരു സാംസ്കാരിക മുഖം വേണം, അത് ഞാനാവണമെന്ന് ഒറ്റ പേര് ഉയർന്നു വന്നു. നിഷേധിക്കരുതെന്ന് പറഞ്ഞ് ബിനോയ് വിശ്വം വിളിച്ചപ്പോൾ എനിക്ക് നിഷേധിക്കാൻ പറ്റാതെ രണ്ട് കാര്യം: ബിനോയ് വിശ്വമായിട്ടുള്ളൊരു ദീർഘകാല ബന്ധം, പിന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് എനിക്കൊരു ബന്ധമുണ്ടല്ലോ.
അങ്ങനെ പാർട്ടി ഏകാണ്ഡമായിട്ടൊരു തീരുമാനമെടുത്ത് ഞാൻ നോ പറയാൻ സമ്മതിക്കുന്നതിന് മുമ്പ് തന്നെ പാർട്ടിയുടെ ഒരു എന്താ പറയുക നിർബന്ധത്തിന് വിധേയനാവേണ്ടി വന്നു. തീർച്ചയായിട്ടും ഒരു ചരിത്ര നിയോഗമായിട്ട് കണക്കാക്കുന്നു. ഒരു പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ എഴുത്തുകാർ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, കവികളും പങ്കെടുത്തിട്ടുണ്ട്. ഒരു കവി മാത്രമാണ് എൻ്റെ ഓർമ്മയിൽ ജയിച്ച് നിയമസഭയിൽ എത്തിയിട്ടുള്ളത്. എനിക്ക് മുമ്പ് എൻ്റെ തന്നെ ഈ നാടോടി കാവ്യ പാരമ്പര്യങ്ങളൊക്കെ മുൻപിൽ നടന്ന് പിതാവിനെ പോലെ സഞ്ചരിച്ച കടമ്പനിട്ടയാണ്. ONV സാർ പാർലമെൻറ്റ് ഇലക്ഷൻ തോറ്റുപോവുക ചെയ്തത്. അപ്പോൾ അതൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. ഈ കാലത്തും മാറിയ രാഷ്ട്രീയ കാലത്തും ഒരു കവിക്ക് നിയമസഭയിൽ ഒരു സ്ഥലം ഉണ്ടാവാനുള്ളൊരു പരിശ്രമം അത് ഇടതുപക്ഷത്തിന് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ കഴിയൂ. സുജേഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ ഈ സീറ്റിന് വേണ്ടി ആളുകളൊക്കെ ബഹളം കൂട്ടുന്ന സമയത്ത് ഒരു കവിയെ അവിടെ നിർത്തിക്കളയാമെന്ന് തോന്നിക്കുന്നൊരു ധീരത അംഗീകരിക്കാതെ പോയാൽ അവിടെ ആ സ്ഥാനം നഷ്ടപ്പെടുക ചെയ്യാം. അപ്പോൾ ഞാൻ ആ കവികുലത്തിൻ്റെ മുഴുവൻ പ്രതിനിധിയായി കവിക്ക് മാത്രം സാധ്യമായ ഒരു മാനവികതയ്ക്ക് വേണ്ടി സഭയിൽ സംസാരിക്കാൻ നിയുക്തനായ ഒരാളെന്ന് കരുതി അത് ഏറ്റെടുക്കാൻ. എലത്തൂർ സീറ്റിലെ ഭിന്നതയിൽ മുഖ്യമന്ത്രിയെ കണ്ട് NCP നേതൃത്വം. സംസ്ഥാന അധ്യക്ഷൻ തോമസ് കെ തോമസാണ് മുഖ്യമന്ത്രിയെ കണ്ടത്. NCPയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെടില്ലെന്ന് മുഖ്യമന്ത്രി തോമസ് കെ തോമസിനെ അറിയിച്ചു. മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ NCP നേതൃത്വം നാളെ ഡൽഹിക്ക് പോകും. AK ശശീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയാണ് NCPയിൽ കടുത്ത ഭിന്നത ഉടലെടുത്തിരിക്കുന്നത്. ശശീന്ദ്രനെ എലത്തൂരിൽ വീണ്ടും മത്സരിപ്പിക്കരുതെന്നാണ് PC ചാക്കോ വിഭാഗത്തിന്റെ ആവശ്യം. നേരത്തെ തന്നെ മുക്ക മുഹമ്മദ് എന്ന നേതാവ് അവിടെ മത്സരിക്കും, താൻ തന്നെ മത്സരിക്കുമെന്ന നിലപാടുമായി രംഗത്ത് വന്നിരുന്നു. അന്ന് NCP നേതൃത്വം അത് തള്ളിക്കളഞ്ഞു. ഇന്നലെ ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ നിന്ന് ശശീന്ദ്രൻ ഇറങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി. മുക്കം മുഹമ്മദിനെ മത്സരിപ്പിക്കണമെന്ന ഒരു വിഭാഗം ആവശ്യപ്പെട്ടതും ആ യോഗത്തിൽ PC ചാക്കോ പങ്കെടുത്തതുമാണ് ശശീന്ദ്രനെ ചൊടിപ്പിച്ചത്. PC ചാക്കോ തെരഞ്ഞെടുപ്പ് സമിതി അംഗമല്ല, പിന്നെ എങ്ങനെ പങ്കെടുക്കുമെന്നാണ് ശശീന്ദ്രന്റെ ചോദ്യം. എന്നാൽ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ NCP ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ചാക്കോയ്ക്ക് യോഗത്തിൽ പങ്കെടുക്കാം. ഇതാണ് NCP ഒരു വിഭാഗത്തിന്റെ നിലപാട്. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് തോമസ് കെ തോമസ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് അറിയിച്ചു. ശശീന്ദ്രന് സീറ്റ് കൊടുക്കരുതെന്നാണ് തങ്ങളുടെ നിലപാട്. അങ്ങനെ ശശീന്ദ്രൻ മത്സരിച്ചില്ലെങ്കിൽ CPM സീറ്റ് ഏറ്റെടുത്തേക്കുമെന്ന ആശങ്ക NCPക്കുണ്ട്. അവിടെ മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടലാണ് അവർ ആവശ്യപ്പെട്ടത്. NCPയുടെ സീറ്റ് കാര്യത്തിൽ, സ്ഥാനാർത്ഥി കാര്യത്തിൽ ഇടപെടില്ല CPM എന്ന ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയതാണ് ഇപ്പോൾ NCP നേതൃത്വം അവകാശപ്പെടുന്നത്. ദേശീയ നേതൃത്വത്തെ സുപ്രിയ സുരേ അടക്കമുള്ളവരെയും ഇക്കാര്യങ്ങൾ അറിയിക്കാനായി തോമസ് കെ തോമസും അതുപോലെ തന്നെ PC ചാക്കോയും വൈകാതെ ഡൽഹിക്ക് പോകും. ഏതായാലും ശശീന്ദ്രൻ മത്സരിക്കുമെന്ന് ഉറപ്പിച്ചു തന്നെ ആ വിഭാഗം നിൽക്കുമ്പോൾ ശശീന്ദ്രനെ മത്സരിപ്പിക്കാനുള്ള കരുനീക്കങ്ങളാണ് അണിയറയിൽ സജീവമാകുന്നത്. തിരുവനന്തപുരത്ത് ലോൺ ആപ്പ് ഭീഷണിയെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയതായി പരാതി. ആര്യനാട് സ്വദേശി ആനന്ദാണ് മരിച്ചത്. ആനന്ദിന്റെ മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു. നിരന്തരം ഭീഷണി സന്ദേശങ്ങൾ വന്നതായും പരാതിയുണ്ട്. ആനന്ദിന്റെ മരണത്തിൽ ബ്ലേഡ് മാഫിയയ്ക്കും ആനന്ദ് ജോലി ചെയ്യുന്ന സ്ഥാപന ഉടമയ്ക്കും ഓൺലൈൻ ലോൺ സംഘത്തിനും പങ്കുണ്ടെന്നാണ് കുടുംബം പറയുന്നത്. സാരംഗ് സുധാകരൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, എന്താണ് ഈ ലോൺ ആപ്പ് സംഘത്തിൽ നിന്നുണ്ടായ ഭീഷണി? എന്താണ് ഇതേക്കുറിച്ച് കുടുംബം പറയുന്നത്? മഞ്ജുഷ്, കഴിഞ്ഞ 4-ാം തീയതിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതായത് ആസിഡ് കഴിച്ച് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലേക്ക് കഴിഞ്ഞ ദിവസമാണ് മരണം സംഭവിച്ചത്. അതായത് ബൈക്ക് വാങ്ങാൻ വേണ്ടി ഈ ഒരു CC അടച്ചുകൊണ്ട് ബൈക്ക് വാങ്ങാൻ വേണ്ടി പണം വാങ്ങിയിരുന്നു. അതിനൊപ്പം തന്നെ അത് മുടങ്ങുമോ എന്ന ഭയത്തുകൊണ്ട് ഈ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും ഈ ഒരു പലിശക്ക് പണം വാങ്ങി അത് കൃത്യമായി തിരിച്ചടക്കാൻ പറ്റിയില്ല. മാത്രമല്ല ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും കൃത്യമായി ശമ്പളം നൽകിയില്ല എന്നടക്കമാണ് കുടുംബത്തിന്റെ ആരോപണം വരുന്നത്. അതോടൊപ്പം തന്നെ ഈ പല രീതിയിലും പണം സ്വരൂപിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും നടക്കാതെ ആയപ്പോൾ നാട്ടിൽ നിന്നും ആര്യനാട്ടിൽ നിന്നും ഈ ലോൺ ആപ്പ് വഴിയും മറ്റും അല്ലാതെയും ബ്ലേഡ് മാഫിയിൽ നിന്നടക്കം കടം വാങ്ങി എന്നാണ് കുടുംബം പറയുന്നത്. ഇതൊന്നും കുടുംബത്തെ അറിയിച്ചിരുന്നില്ല. അതിനെ തുടർന്ന് ഈ ഒരു പ്രതിസന്ധി വലിയ രൂക്ഷമാവുകയും സോഷ്യൽ മീഡിയയിൽ അടക്കം മോർഫ് ചെയ്ത ചിത്രങ്ങളും ഒപ്പം ഭീഷണികളും വ്യാപകമായതോടുകൂടിയാണ് 4-ാം തീയതി ആസിഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്. തുടർന്ന് ചികിത്സയിലിരിക്കുകയാണ് മരണം സംഭവിച്ചത്. ഇപ്പോൾ കുടുംബം പറയുന്നത് ഈ സ്ഥാപന ഉടമയും ഒപ്പം ബ്ലേഡ് മാഫിയുടെയും ലോൺ ആപ്പുകളുടെയും സമ്മർദ്ദത്തിന് കാരണമായിക്കൊണ്ടാണ് ഇപ്പോൾ മകൻ ആത്മഹത്യ ചെയ്തത്. മാത്രമല്ല മകനെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകി. ഈ ഒരു ആസിഡ് കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച സമയത്ത് അവിടെ നിന്നും ശരീരം മാറ്റി ആ ഭാഗത്ത് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ആ ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. 1 മണിക്കൂറോളം താമസിച്ചുകൊണ്ടാണ് ആശുപത്രിയിലേക്ക് എത്തുകയും അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ ഒരു ഭീഷണി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഇതിൽ ഇടപെടൽ നടത്തണമെന്നാണ് കുടുംബം ഇപ്പോൾ പറയുന്നത്. ശരി, സാരംഗാണ് വിവരങ്ങൾ നൽകുന്നത്.
ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് നഴ്സുമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം തുടരുകയാണ്. പണിമുടക്കുന്ന നഴ്സുമാർ കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. ബേബി മെമ്മോറിയൽ, ഇക്ര, മലബാർ, മെയ്ത്ര ആശുപത്രികളിലെ നഴ്സുമാരാണ് പണിമുടക്കുന്നത്. സമരക്കാരോട് മാനേജ്മെന്റ് പ്രതിനിധികൾ അപമര്യാദയായി പെരുമാറിയതിനെ തുടർന്ന് ഇന്നലെ സംഘർഷവും ഉണ്ടായി. കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രികളുടെ പ്രവർത്തനത്തെ അങ്ങേയറ്റം താറുമാറിയാക്കിയാണ് നഴ്സുമാരുടെ സമരം ഇപ്പോഴും പുരോഗമിക്കുന്നത്. നഗരത്തിലെ പ്രധാന ആശുപത്രികളായ ബേബി മെമ്മോറിയൽ അടക്കമുള്ള ഇടങ്ങളിൽ പൂർണ്ണമായ രീതിയിൽ പണിമുടക്കിയാണ് നഴ്സുമാർ സമരമുഖത്തേക്ക് ഇറങ്ങിയത്. ഇതേ തുടർന്ന് ആശുപത്രിയുടെ പ്രവർത്തനത്തെ വളരെ ദോഷകരമായി തന്നെ ബാധിച്ചിരുന്നു. കിടത്തി ചികിത്സ പൂർണ്ണമായി ഇപ്പോൾ നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. സർജറികളടക്കം നടക്കാത്ത ഒരു രീതിയിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നു. അടിയന്തര ചികിത്സ ആവശ്യമുള്ളവരെ മാത്രമാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ജീവനക്കാരെ പിരിച്ചുവിടുന്നതടക്കമുള്ള കടുത്ത നടപടികളും മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഇന്നലെ വലിയ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. സംഘർഷം രൂപപ്പെട്ടതിനെ തുടർന്ന് രാഷ്ട്രീയ പാർട്ടികളടക്കം ഇടപെട്ടതോടെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കും എന്ന ഒരു ഉറപ്പ് മാനേജ്മെന്റ് നൽകിയിരുന്നു. ഒപ്പം ശമ്പള വർധനവടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ആ ഉറപ്പുകളൊക്കെ ഇപ്പോൾ ജലരേഖയായി മാറിയിരിക്കുകയാണ്. അങ്ങനെ ഒരു ഉറപ്പ് നൽകിയിരുന്നില്ല, മറിച്ച് അപ്പോഴത്തെ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗം മാത്രമായിരുന്നു അത് എന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. എന്തായാലും ഇന്നലെ നിങ്ങൾ ജീവനക്കാരെ പിരിച്ചുവിട്ടത് തിരിച്ചെടുത്തു എന്ന രീതിയിലൊക്കെ അവർ വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ അങ്ങനെ ഒരു വാക്ക് പാലിക്കപ്പെട്ടിട്ടില്ല. ഇല്ല, അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ MD അലക്സാണ്ടർ സാർ ഒരു വോയിസ് മെസ്സേജ് അയച്ചത്. അത് മാധ്യമങ്ങൾ ഇറക്കിയ ഒരു ശുദ്ധ നുണയാണ്. ഞാൻ അവരെ പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കത്തില്ല. കാരണം അവർ ഹോസ്പിറ്റലിന് എതിരായിട്ടുള്ള ഒരു സ്പൈ വർക്ക് ചെയ്തത്. സ്പൈ വർക്ക് എന്ന് അയാൾ ഉദ്ദേശിക്കുന്നതിനാണ് സമരത്തിനെ അനുകൂലിച്ചു. സമരത്തിനെ ഈ ലോകത്തിലുള്ള എല്ലാ നഴ്സുമാരും അനുകൂലിക്കുന്നുണ്ട്. അപ്പോൾ സമരത്തിനെ അനുകൂലിച്ചെന്നും പറഞ്ഞൊരു ടെർമിനേഷൻ ലെറ്റർ തരാൻ പറ്റത്തില്ല. അതും പേഷ്യന്റിന്റെ ഇടയ്ക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ ഇറക്കി വിട്ടെന്ന് പറഞ്ഞാൽ അയാൾക്ക് ആ ഹോസ്പിറ്റലിനോട് അത്രയേ ഉള്ളൂ. സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, the versatile jeweler. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,885, പവന് 1,19,080. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 12,285, പവന് 98,280. വെള്ളി ഗ്രാമിന് 290, കിലോയ്ക്ക് 2,90,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, the versatile jeweler. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് ടോം കുര്യാക്കോസ്.